ആദ്യമായിട്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും ഷൂട്ട് ചെയ്തൊരു സിനിമയാണത്. അപ്പം ഞാനൊന്ന് പരിചയപ്പെടുത്താം. സംഗീത് പ്രതാപ്. ഞാൻ എഡിറ്ററായിട്ട് വെക്കുമ്പോൾ അധികം പേർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ പുള്ളി വളരെ പ്രശസ്തനാണ് ഫോർ ഓബിയസ് റീസൺസ്. ഇത് ശങ്കർ ശർമ്മ, മ്യൂസിക് ഡയറക്ടർ ഈ സിനിമയുടെ. റയാൻ ഒരു വലിയ ആർട്ടിസ്റ്റ് ആവാൻ പോകുന്ന ഒരാളാണ്. ഉണ്ണിമൂന്തൻ, ജോമോൻ ആൻഡ് മഹിമ. അപ്പം ഈ സിനിമയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പലർക്കും പല കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഈ സിനിമ നല്ലൊരു ടീം എഫേർട്ട് ഈ സിനിമയുടെ പുറകിലുണ്ടായിട്ടുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്, പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും അതിൻ്റെ മാർക്കറ്റിങ്ങിലും എല്ലാം നന്നായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഈ സിനിമയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളുടെ വന്നിട്ടുള്ളത്. താങ്ക് യു. ഹലോ, നമസ്കാരം. അഗൈൻ രഞ്ജിത്ത് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച്. ഇത്രയും പേര് ഇവിടെ ടേൺ ഔട്ട് ആയി. അഗൈൻ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ ഐ തിങ്ക് ഒരു പ്രോമിനൻറ്റ് തിയേറ്ററിക്കൽ റിലീസാണ് ജയഗണേഷ്. ഈ വരുന്ന ഏപ്രിൽ 11 മുതൽ സിനിമ കേരളത്തിലും ഔട്ട്സൈഡ് കേരള എല്ലാം റിലീസ് ഉണ്ടാവും. ഐ ഹാഡ് പ്രിവിലേജ് ടു വർക്ക് വിത്ത് എ ഫാന്റാസ്റ്റിക് ഗ്രൂപ്പ്. ഞാൻ രഞ്ജിത്തുമായിട്ട് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുൻപേയും ഒരുപാട് ഇൻ്റർവ്യൂസ് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഐ തിങ്ക് ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ ഒരു എന്താ പറയുക സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറി കഴിഞ്ഞു ജയഗണേഷ്. ഓൾറെഡി ടോൾഡ് രഞ്ജിത്ത് ദാറ്റ് നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഹിം ബീങ് ദ റൈറ്റർ, അത് ഐ തിങ്ക് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക് ആയിട്ട് ഞാൻ കാണുന്നു. ഇവൻ ഹിൽ ഡെഫിനറ്റ്ലി റൈറ്റ് മോർ. ബട്ട് ടിൽ ഡേറ്റ് ഐ തിങ്ക് ആ ഭാഗ്യം എനിക്കുണ്ടായി. നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി. ആൻഡ് ഫാന്റാസ്റ്റിക് ക്രൂ എല്ലാം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവരോടും ഇപ്പം തന്നെ നന്ദി പറയുന്നു. അഗെയിൻ വിൽ ടേക്ക് ക്വസ്റ്റ്യൻസ് ഫ്രം യു. അവരെല്ലാവരും മഹിമയോടൊപ്പം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ല രണ്ടാമത് വർക്ക് ചെയ്യുന്നു. സോ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എല്ലാവരോടൊപ്പം. എല്ലാവരും ജോമോൻ, ഷീസ് ഹിയർ. ഐ തിങ്ക് യു ഹേർട്ട് ബാഡ്ലി. ബട്ട് വിൽ ഗെറ്റ് വെൽ സൂൺ. റയൻ വെരി ചാമിങ്, ഭയങ്കര ഇൻ്റലിജന്റ്. ആൻഡ് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ മാത്രമല്ല, ഐ തിങ്ക് ഹിം ബീങ് എ വെരി ടാലന്റഡ് ഗൈ. വളർന്നു വരുമ്പോഴേക്കും ഐ തിങ്ക് വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം ഇൻ ദ ഇൻഡസ്ട്രി. പിന്നെ സൂപ്പർ സ്റ്റാർ ആൻഡ് ഷൈലർ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹലോ എവ്രി വൺ. ആദ്യം ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. ജയഗണേഷ് സിനിമ ഏപ്രിൽ 11 റിലീസാവുകയാണ്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു അമേസിങ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. രഞ്ജിത്ത് സാറിൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് തന്നെ വർക്ക് ചെയ്യണം ഒരുപാട് ആഗ്രഹിച്ചതാണ്. വേറൊരു സിനിമ അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇത്രയും സെൻസിബിളായ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഉണ്ണിയുടെ കൂടെ ഇത് 2ാമത്തെ തവണയാണ്. ഐ thoroughly enjoyed working with him. പിന്നെ നമ്മുടെ ഡയറക്ടർ റയാനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ ചാമിങ്, വെരി ചാമിങ് ബോയ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. ആൻഡ് ചേച്ചീൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ എം വെരി ഗ്ലാഡ് ദറ്റ് ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ എ ഫിലിം. ചേച്ചി അഭിനയിച്ചൊരു സിനിമയിൽ. പിന്നെ നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് സീനിയറായ ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഒരു കോണ്ടന്റ് ഓറിയന്റഡ് സിനിമയായിരിക്കും. തിയേറ്ററിൽ പോയി സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷണലായ, എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ കാണാം, കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമസ്കാരം. സോ ഹാപ്പി. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ ഒരു പ്രൊമോഷൻ വർക്ക്. ഞാൻ അഭിനയിച്ചിട്ടൊന്നും ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതെല്ലാം എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മൂവിയുടെ എന്നോട് പലരും ചോദിക്കണ്ടായി എന്താണ് ഈ മൂവിയിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് രഞ്ജിത്ത് ശങ്കർ. ഞാൻ പാസഞ്ചർ മൂവിയുടെ ഒരു വലിയ ഫാനാണ്. സോ എനിക്ക് രഞ്ജിത്തിൻ്റെ ഒരു ടെക്സ്റ്റ് വരുന്നു, വിൽ യു ബി എ പാർട്ട് ഓഫ് മൈ മൂവി എന്ന് ചോദിച്ചപ്പോൾ കണ്ണു അടച്ച് യെസ് ഓഫ് കോഴ്സ്.
ബാക്കി ഒന്നും ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ്. സെക്കൻഡ്, ഉണ്ണി. പിന്നീടാണ് അറിഞ്ഞത്, കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നീടാണ് അറിഞ്ഞത് ഉണ്ണിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന്. മഹിമ, നമുക്കെല്ലാവരും ഇപ്പോൾ അറിയുന്ന പേര് അമൽ ഡേവിസ്. റയൻ, ബാക്കി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, എല്ലാവരും. പിന്നീട് അത് വേറൊരു ഫാക്ടറി മൂവിയിലോട്ട് എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നെ വിശേഷിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴെല്ലാവരും എന്നെ ആ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത് വിശേഷിപ്പിച്ചിരുന്നത് ഫ്ലാഗ് ബെയറർ ഓഫ് ഗ്ലിസറിൻ. എപ്പോഴും എല്ലാ സിനിമയിലും കണ്ണ് കലങ്ങിയ ഒരു ക്യാരക്ടർ, കരഞ്ഞ് ഏറ്റവും കരയുന്നത് ഞാനായിരുന്നു. അന്നൊക്കെ ട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോൾ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഈ മൂവിയിൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ അടുത്തൂടെ പോലും ഗ്ലിസറിൻ പോയിട്ടില്ല. ഇതിനകത്തൊരു ക്രിമിനൽ, ഒരു ഫീമെയിൽ ലേഡി ക്രിമിനൽ ലോയർ ആയിട്ടാണ് ഞാനൊരു ബോൾഡ് ആൻഡ് ഒരു ഫിയേഴ്സ് ക്യാരക്ടർ. സോ ഐ എം സോ ഹാപ്പി. April 11th റിലീസ്. ആൻഡ് താങ്ക് യു ഓൾ കമ്മിങ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുന്ന. ഒപ്പം ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഈ KGF-ലൊക്കെ ഉള്ള മറ്റേ എയർ ഗണ്ണിന്റെ മുമ്പിൽ മറ്റേ എന്താ പറയാ, തോക്കാതേട്ട, അതുപോലൊരു ഫീലുണ്ട്. ഇത്രയും ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്. അവിടെ തുടങ്ങി വരുമ്പോഴേ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ആസ് ആൻ എഡിറ്ററാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തരുമെന്നും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്ത് സാറിൻ്റെ എനിക്കും പാസഞ്ചറിനൊക്കെ ശേഷം എനിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മൂവി ആയിരിക്കും ജയ് ഗണേഷ്. അപ്പോൾ ആസ് ടെക്നീഷ്യൻ നമ്മൾ ഇതിൻ്റെ കൂടെ കുറേ നാളായിട്ട് ട്രാവൽ ചെയ്തത് കൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഇതൊക്കെ പയ്യെ മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു സ്പേസിൽ വരുമ്പോൾ ഈ സിനിമയുടെ ക്വാളിറ്റിയൊക്കെ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വന്നതിൽ എല്ലാവർക്കും നന്ദി. പബ്ലിക്കിന് മുമ്പിൽ അധികം വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി സംഗീതം പറഞ്ഞ മാതിരി കുറേ സ്റ്റോക്കുകളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി ട്രെയിലറിൽ കണ്ട മാതിരി ആ ഒരു ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് നല്ലൊരു വേർഷൻ ആയിരിക്കും സിനിമ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളുടെ വർക്കിനെ പറ്റി പോയിട്ടുണ്ടെങ്കിൽ വലിയ അർത്ഥമില്ല. നിങ്ങളെന്തെങ്കിലും തിയേറ്ററിൽ തന്നെ പോയി ഈ വിഷുക്കാലത്ത് പോയി കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. Hello everyone, this is my first Malayalam movie. I'm really excited. I hope you all watch it. The release is on April 11th. Thank you to Unni Cheta, Ranjit Cheta and Anup Cheta for giving me this opportunity. Me and Unni had a lot of fun during the set and I hope you all enjoy the movie. Thank you. I'd like to add on something. ശങ്കർ പറഞ്ഞു, നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരു AI വേർഷൻ സോങ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിനിമയിൽ ഇപ്പോൾ AI-നെ കുറിച്ച് അല്ലെങ്കിൽ എഡുവിങ് അലോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സോ അത് വലിയൊരു ബോൾഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഫ്രം പാർട്ട് ഓഫ് ശങ്കർ ആൻഡ് രഞ്ജിത്ത്, രണ്ടുപേരും ചേർന്ന് ഇങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ടാക്കി. ഐ തോട്ട് ഐ ഷുഡ് റിപ്രസെന്റ്. അപ്പോൾ ഭയങ്കര പുതുമകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഫീൽ ഇറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് എൻ്റെ കരിയറിൽ ഇങ്ങനത്തെ ഒരു സിനിമ വരെയായി ഇതിൻ്റെ ആസ് എൻ ആക്ടർ ഇല്ല. സോ ടെക്നിക്കലി ഓൾസോ ഭയങ്കര എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ കാണുന്നത്. താങ്ക് യു. ഇപ്പോൾ ഒരു അണ്ടർ ഡോഗിന്റെ വിജയം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ട്രെയിലറിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾ സിനിമകളിൽ തന്നെ പല അവർക്ക് കണ്ടിട്ടുമുണ്ട്. ജയ് ഗണേഷിനെ അത് വ്യത്യസ്തപ്പെടുത്താനാണോ അയാളെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആക്കാന്ന് ചിന്തിച്ചത്? ജയ് ഗണേഷിന്റെ ഒരു കോർ തോട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാൾ മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയാണ്. ഒരു 2012 ആ സമയത്തൊക്കെ. അപ്പൊ അന്ന് തന്നെ അതൊരു നല്ലൊരു കമേഴ്ഷ്യൽ സിനിമയാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ എന്തോ ഒരു എക്സൈറ്റ്മെന്റിലാക്കിക്കൊണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെന്റ് കിട്ടിയത് ഈ വീൽ ചെയറിൽ ആൾ വന്നപ്പോഴാണ്. അതും അഗെയിൻ ഇറ്റ് ഈസ് കോയിൻസിഡന്റൽ. ബിക്കോസ് ഞാൻ ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് ഇങ്ങനെ 2-3 കഥകൾ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ രാവിലെ ഒന്നും ജിമ്മിൽ പോകുന്ന വഴിക്ക് ആക്സിഡന്റലി ഒരു വീൽ ചെയറിൽ ആളെ കാണുകയായിരുന്നു. അപ്പോൾ പുള്ളി
സാധാരണ കാണുന്ന ആളെ പോലെയല്ല, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര സോഷ്യലാണ്. അപ്പം ഞാൻ റെഗുലർലി ഡെയിലി ആളെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇയാളെ വീൽ ചെയറിലാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ തോട്ട് തന്നെ പേടിപ്പിക്കുന്നതായിരുന്നു. ബിക്കോസ് ഇതൊരു പ്രോപ്പർ ഹീറോ ആണ് ഇതിലെ. അപ്പൊ അയാളെ വീൽ ചെയറിലാക്കി കഴിഞ്ഞാൽ ആ സീൻസ് ഒക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് ഐഡിയ കിട്ടിയില്ല, പേടി തോന്നി. ആ പേടിയാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ്, ഒരു ചാലഞ്ച്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മുഴുനീള ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ ഒരു ഹീറോ വീൽ ചെയറിലായിട്ടൊരു അങ്ങനത്തെ ഒരു ത്രില്ലർ സബ്ജക്റ്റ് ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയിൽ വന്നില്ല. അപ്പൊ ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. അങ്ങനെയാണ് അത് ആലോചിക്കാൻ തുടങ്ങിയത്. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ വീൽ ചെയറിൽ ഒരാളുടെ ആക്ച്വൽ ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഞാൻ മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പം മേരിക്കുട്ടിയിലാണെങ്കിലും സുസുതിയിലാണെങ്കിലും ഒക്കെ അതുണ്ടെങ്കിൽ പോലും വീൽ ചെയറിലെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ അന്തരീക്ഷത്തിന്റെ വലിയൊരു കുഴപ്പമുണ്ട്, സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്. ഇപ്പൊ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ഹോട്ടലിൽ പോലും അവർക്ക് വരാൻ എളുപ്പമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണ്, ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ്, അവരുടെ ലൈഫ് അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അങ്ങനെയൊരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യൽ എബിലിറ്റി ഉള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ സിമ്പതിയോടുകൂടിയാണ് അവരെ എവിടെയെങ്കിലും നമ്മുടെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ഗ്രോൺ ആസ് എ സൊസൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈക്വലായിട്ട് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ വളരണം എന്നൊരു തോന്നലുകൂടി ഈ സിനിമയുടെ പ്രോസസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. ഇതിനകത്ത് ഇതിനു മുമ്പ് മാളികപ്പുറമായാലും ശരി, ഈസ്റ്ററായാലും ശരി, എല്ലാം ഒരു മിത്തിക്കൽ അല്ലെങ്കിൽ ഫാൻസി എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും അങ്ങനത്തെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്ത് പോകാനാണോ? ഉറപ്പിക്കല്ലോ, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല, അല്ല ചോദ്യത്തിന് ഉത്തരമാണ്. അങ്ങനെ ഉറപ്പിക്കല്ല, സിനിമ അറ്റ്ലീസ്റ്റ് റിലീസായി കണ്ടതിന് ശേഷം ഈ ചോദ്യം തരികയാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം ഐ തിങ്ക് യു വാണ്ട് ടു സേ. രഞ്ജിത്ത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും. ലൈക്ക് ഒരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റ് വരും. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെയധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഈ പുള്ളി ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹി വുഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി പോളിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു. ബട്ട് ഹി വുഡ് സ്റ്റാൻഡ് ഓൺ ദി യാം. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4ാം നിലയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം. അപ്പം ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ അതിനായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോയിട്ട്. അപ്പം എനിക്ക് ആദ്യം ഞാനിവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് ഞങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിൾ ആക്കി. പിന്നീട് എനിക്ക് രഞ്ജിത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി, ദാറ്റ് സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം ഈ സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി. എനിക്ക് അങ്ങനെ ഞാൻ സിമ്പത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമമായി പോകും അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. അപ്പം എൻ്റെ ഇത്തരം ഫ്രണ്ട്സുകളോട് ഞാൻ നോർമലി ഒരാളോട് ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കലി പറയാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ബോഡി ഷേമിങ് ഒക്കെ ഞങ്ങൾ ചെയ്യും. അവര് എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ അവന് മറ്റേ എലുമ്പോലാണെന്ന് നീ പറയുന്ന ഒരാളാണ്. ഇത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കാൻ അറിയാൻ ഇപ്പോൾ പബ്ലിക്കലി പറയാനില്ല, ഞാൻ എനിക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയണം. വാട്ട് ഈസ് ദി എക്സൈറ്റ്മെന്റ് അബൌട്ട് എ ഫിലിം? ഈ എക്സൈറ്റ്മെന്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഐ തിങ്ക് രഞ്ജിത്ത് ഇസ് ഓൺലി റൈറ്റർ സെൻഡ് മീ 28 to 29 ഡ്രാഫ്റ്റ് ഓഫ് എ സ്ക്രിപ്റ്റ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനൊരു അത് ആദ്യമായതുകൊണ്ടാണ്. അത് ജയസൂര്യൊക്കെ പറയാം, ഒരു സ്ക്രിപ്റ്റ് ഒരു വെർഷൻ അയച്ച് അത് വായിച്ചു തരുമ്പോഴേക്കും അടുത്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് DTP ഷോപ്പിലാണ്. രാവിലെ ഐ ഹാവ് സെൻഡ് യു അനദർ ഇമെയിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ഞാനിത് വായിക്കും. ബിക്കോസ് എക്സാക്ട് പിന്നെ ഞാൻ പറഞ്ഞു കെൻ യു സ്പെസിഫൈ ദ പോയിന്റ്, ബിക്കോസ് ഞാനിത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. സോ ദ ഗുഡ് പാർട്ട് ഈസ് ദാറ്റ് ബൈ ദ ടൈം ഞാൻ ഷൂട്ട് ചെയ്യാകുമ്പോഴേക്കും ഞാൻ ഇമോഷണലി ഈ ഗണേഷ് എന്ന കഥാപാത്രമായി മാറാൻ സാധിച്ചു. ഇറ്റ് വാസ് ഈസി ഫോർ മീ. എനിക്ക് അതായത് ഇമോഷണൽ ചാലഞ്ചാണ് നമ്മൾ എപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത്. ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ വീൽ ചെയർ മാനുവർ അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മേ ബി ഇറ്റ് വാസ് ഈസിയർ കമ്പാരിറ്റീവ്ലി. അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസായതിനു ശേഷം. ആക്ച്വലി ഉണ്ണി പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഈ ആദ്യമായിട്ട് നമ്മൾ കഥ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആണ്. ബിക്കോസ് ഒരു ത്രൂ ഔട്ട് ഒരു വീൽ ചെയറിൽ ഇരുന്നൊരു പടം ചെയ്യുക വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സീക്വൻസ് ചെയ്യണം. അപ്പോൾ ഒരു ആക്ടർ എങ്ങനെ ചെയ്യുന്ന നമുക്ക് ആശങ്കകളുണ്ട്. ഇനി ആക്ടർ. അപ്പം ഞാൻ ഉണ്ണിയോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഉണ്ണി ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു.
അപ്പൊ തന്നെ പുള്ളി സ്റ്റോറിയിൽ നല്ലൊരു കറക്ഷൻ എനിക്ക് തന്നു. ബിക്കോസ് എൻ്റെ കഥയിലും ആദ്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇയാൾക്ക് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഉണ്ണി എന്നോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ ഇത് ഫുൾ ബുദ്ധിമുട്ടാക്കി. അപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴാക്കി. ആൻഡ് ആ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ ഈ പർട്ടിക്കുലർ ഫ്രണ്ട് നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണി പുള്ളി ഒരുമിച്ച് സ്കൂളിൽ എത്തുവാണെങ്കിൽ ക്ലാസ്സിൽ ആദ്യത്തിൽ നിന്ന് അവനായിരിക്കും. അത്രയും പവർഫുൾ ഹാൻഡ്സ് ആണ് അയാൾക്കുള്ളത്. രണ്ട് ഫോട്ടോ എല്ലാം കാണിച്ചു തന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്ത് ഷൂട്ടിംഗ് സമയം എനിക്ക് തോന്നിയ ഉണ്ണിയിൽ തോന്നിയ ഒരു ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് റോൾ ആയിട്ട് കൂടി ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ഒരു സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അത് ഈ കാലെങ്ങനെ ഇത് എക്സ്ട്രീംലി ടയറിംഗ് ആണ്. അതായത് ഈ കാലൊരു പെർട്ടിക്കുലർ രീതിയിൽ വെക്കണം, അതെങ്ങനെ ചെയ്യണമെന്ന് ഉണ്ണി തന്നെ കണ്ടുപിടിച്ചത്. അത് അവരൊരു ഡിപ്പാർട്ട്മെന്റും കൂടെ അത് ഹാൻഡിൽ ചെയ്തു. അപ്പം നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിഫിക്കൽട്ട് റോളുകൾ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ആക്ടേഴ്സിനെ കുറിച്ച് ഓർത്ത് നമുക്കൊരു വിഷമം തോന്നും. പക്ഷേ ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് കാര്യം ചെയ്തിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചില്ല. അപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം. ബിക്കോസ് അത് വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതൊരിക്കൽ പോലും എനിക്ക് തോന്നിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ്റെ കേസാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ഹീറോയും ഉണ്ണി ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത പോലെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പുള്ളി ഇന്നലെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് കളിച്ചിട്ട് വരുന്നു ഈ ജയഗണേഷിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഐ തിങ്ക് ബേസിക്കലി എല്ലാ രീതിയിലും നല്ലതാണ്. ബിക്കോസ് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻസ് എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അലക്സി ഞാൻ ഈ ജയഗണേഷ് പറഞ്ഞ പറഞ്ഞിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ജയഗണേഷ് സംഭവം എൻ്റെ സിനിമ ആണെങ്കിലും ചെറുതായിട്ട് ഞാൻ കുറച്ച് ക്രിക്കറ്റ് കളിച്ച് വരാന്ന് വെച്ചിട്ട് പിന്നെയും നമുക്ക് ജയഗണേഷ് അതിൽ 100 അടിച്ചിട്ടുണ്ട് ആള്. ഞാൻ 100 അടിച്ചു, 100 ജയഗണേഷ്. മാളികപ്പുറം സിനിമയെ കണക്കിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ പേര് ആദ്യമേ അനൗൺസ് ചെയ്തപ്പോൾ മാളികപ്പുറം ഒരു ഭക്തി റിലേറ്റഡ് സിനിമയാണ്. ഇത് ജയ് ഗണേഷ് എന്നൊരു പേര് വന്നപ്പോൾ ആളുകളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നതും ഭക്തിപടമാണോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നീട് ഇറങ്ങിയ പോസ്റ്ററിലാണെങ്കിൽ അങ്ങനെ ഒരു ധാരണ ആളുകളിലേക്ക് ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ജയ് ഗണേഷ് എന്നൊരു പേര് എടുത്തത്? അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൻസർ ഈ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന പേര് അതായിരുന്നു എന്നുള്ള. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഓൾ ദ ഇഷ്യൂസ് ദാറ്റ് ഹാപ്പൻഡ് ആർ വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷെ അത് എന്തുകൊണ്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ നമുക്കതിലൊരു ഉത്തരവാദിത്വമില്ല. കാരണം ഇത് എത്രയോ ഉണ്ണിനെ മീറ്റ് ചെയ്ത് ജസ്റ്റ് മുമ്പോ അതിന് മുൻപോ ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ടൈറ്റിലാണ്. അപ്പോൾ ആ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ കാരണം അതിന് ഉണ്ണിയെ സത്യം കൊടുത്തിട്ട് ബിക്കോസ് വേറെ ആളുടെ പേജിൽ സിനിമയുടെ പേര് തന്നെയാണ്. അപ്പോൾ ബിക്കോസ് ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന പേര് ജയ് ഗണേഷ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചോട്ടാ ഭീം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ക്യാരക്ടറാണ് ജയ് ഗണേഷ്. അപ്പോൾ അതിന് പറ്റുന്ന പേര് ഇപ്പോൾ ഒരു പീറ്റർ പോൾ എന്നൊരു സുഖം ഉണ്ടാവില്ലോ ഉദാഹരണം. അപ്പോൾ അങ്ങനെ ഒരു പേരാണത്. എനിക്ക് ക്യൂട്ട്, പിന്നെ ഭയങ്കര കമേഴ്ഷ്യലാണ് ആ പേരെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അപ്പം തന്നെ രജിസ്റ്റർ ചെയ്തൊരു പേരാണ്. അപ്പം പക്ഷേ അതിന് പുറകിൽ പിന്നീട് ഒരുപാട് സംഭവവികാസങ്ങളുണ്ടായി. അപ്പോൾ അത് കാരണം നമ്മൾ പിന്നീട് ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായത്. അതിനെക്കുറിച്ച് നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് അത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഒരു സിനിമ താങ്കളുടെ ചിത്രങ്ങളിൽ എടുക്കുന്നത് ഇപ്പോഴും ഒരു സർവൈവൽ നോക്കുന്ന അങ്ങനത്തെ ഒരു ജോണർ പിടിച്ചാണ് പോകുന്നത്. ശരിക്കും അങ്ങനത്തെ ജോണറാണ് വെച്ചത് താല്പര്യം. കൊമേഴ്ഷ്യൽ നോക്കുന്നത് എല്ലാ സൂസും ആയാലും ശരി, മെഴുകുട്ടി ആയാലും ശരി, എല്ലാം ഒരു സർവൈവൽ സ്റ്റോറിയാണ്. ഇത് ഒരു സർവൈവിങ് ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനത്തെ ജോണേഴ്സ് ആണ് കുറച്ചുകൂടെ. അങ്ങനെയൊന്നുമില്ല, അല്ലാത്ത സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, എടുത്തു പറയുമ്പോൾ ആയിരിക്കാം. അപ്പം നിങ്ങളാണ് അത് അനലൈസ് ചെയ്യുന്നത് കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സിനിമകളെല്ലാം പല തരത്തിലുള്ള സർവൈവലാണ്. ഇംഗ്ലീഷ് വേറെ രീതിയിലുള്ള സർവൈവലാണ്. അങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യണം. അങ്ങനെയല്ല, നമുക്കൊരു കഥയാണ് എപ്പോഴും അതിനെ ചെയ്യാൻ താല്പര്യം തോന്നുന്നത്. അപ്പം അത് നമ്മൾ ചെയ്ത സിനിമകൾ ഡിഫറെൻ്റ് ആണോ തീർച്ചയായിട്ടും ആലോചിക്കാറുണ്ട്. ഒരുപോലെ ആണെങ്കിൽ ചെയ്യാറില്ല. അപ്പം എനിക്കത് തോന്നാറില്ല. ഈ പറഞ്ഞ പോലെ സോഷ്യൽ കമ്പനിയോ സർവൈവലോ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അത് പ്രോബ്ലി ദാറ്റ് ഇസ് ഇൻ മീ. അതുകൊണ്ട് ആ സിനിമയിൽ നിന്ന് ചേരുന്ന ഭവിക്കുന്നതായിരിക്കും. മഹിമ വല്ലാത്തൊരു ക്യൂട്ട്നെസ് ഓഡിയൻസ് ഉണ്ടല്ലോ മഹിമയ്ക്ക്. അപ്പൊ ഈ ക്യൂട്ട്നെസ് ഓവർലോഡ് അല്ലെങ്കിൽ ക്യൂട്ട്നെസ് ഓവർലോഡ് മഹിമ സംസ്ഥാന കൃഷാണെന്നൊക്കെ പറയുമ്പോ അതിനെങ്ങനെയാ നോക്കി കാണുന്നത്? അതിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നോക്കി കാണുന്നില്ല. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വീഡിയോ ന്യൂസ് ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഞാനങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല. ചിലപ്പോൾ അതിൻ്റെതായിരിക്കാം. പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ ആണ്. ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ, ഞാൻ ഫിൽട്ടർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക്കലി. അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ.
അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണുന്നു പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും സന്തോഷമാണല്ലോ. നമ്മുടെ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക, അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. ഐ എം വെരി ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ RDX നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്യൂട്ട്നെസ് അല്ലാത്തൊരു ഏരിയ കൂടി ഉണ്ടായിരുന്നല്ലോ, ആക്ഷൻ സീക്വൻസ് കൂടി ഉണ്ടായിരുന്നല്ലോ. ജയഗണേഷ് അതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഏരിയ, അങ്ങനെ എക്സൈറ്റ് ചെയ്ത പോർഷനാണ്. ജയഗണേഷിലെ ക്യാരക്ടർ നിധിയും RDXന്റെ മീനിയും തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവില്ല. അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമ, അടുത്ത സിനിമ, RDXന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ആവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിത്ത് സാർ പറഞ്ഞു തന്നപ്പോഴും ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി. ഭയങ്കര ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി. അപ്പം ആ ഒരു വേരിയേഷൻ ഇപ്പൊ RDXലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ പ്രോജക്റ്റിൽ ചെയ്യുമ്പോഴുള്ള എനിക്ക് സന്തോഷം പേഴ്സണലി ആ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഉണ്ണി, ഇപ്പൊ ബോളിവുഡിലൊക്കെ ഉള്ള പ്രൊമോഷൻ രീതികളുണ്ടല്ലോ. ഗജനിയുടെ സമയത്ത് അമീർ ഖാൻ മുടി വെട്ടി കൊടുക്കുന്നു, ലണ്ടൻ ഡ്രീംസിന്റെ സമയത്ത് സൽമാൻ ഖാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഒരു ഉണ്ണിമൂന്തൻ മോഡൽ ഓഫ് പ്രൊമോഷൻ ആണോ ഷർട്ട് ഊരിലല്ലോ നമ്മൾ കണ്ടത്? ബോഡി ഉള്ളതുകൊണ്ട് ഷർട്ട് ഊരി പോയതാണ്. ഞാൻ ഷർട്ട് ഊരി അല്ല, അതല്ല. പ്രൊമോഷനായിട്ട് സംസാരിക്കാം. അതും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഐ ഹാവ് വെരി ഗുഡ് ഫിസിക്. ഊരാനും ബുദ്ധിമുട്ടില്ല. പൊതുവെ ഫിസിക് ഉണ്ടെങ്കിൽ ആൾക്കാർ ഊരി കളയും, അത് കുഴപ്പമില്ല. അത് കോൺഫിഡൻസിന്റെയും കൂടെ ഒരു ഭാഗമല്ലേ. ഇപ്പം ഐ തിങ്ക് ഈസ് എക്സ്ട്രീംലി കോൺഫിഡന്റ് അബൌട്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് ബോഡി. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രൊമോഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടാ ബോഡി അടിച്ചിരുമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ ഊരിയില്ല. ദെൻ ഹി വാസ് ലൈക്ക് ഇല്ല കുറച്ചും കൂടെ ഒന്ന് ഫിറ്റ് ആവണ്ട, അത് കഴിഞ്ഞിട്ട് ഞാൻ ഊരും, ആര് ചോദിച്ചാലും ഞാൻ ഊരെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ വിപിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇപ്പൊ ആള് കോൺഫിഡന്റ് ആണല്ലേ ബോഡിയിൽ? പ്രൊമോഷൻ ആയിട്ട് സംസാരിക്കാം. ബിക്കോസ് ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം ഒരു 15 CR ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ട് സിനിമ ചെയ്യണമെന്ന് രഞ്ജിത്തും പറയും. കൊമേഴ്ഷ്യൽ ഇൻ ടേംസ് ഓഫ് അതിന്റെ വൈബ്, എനർജി, അങ്ങനെയൊക്കെ ആണല്ലോ. ഒരു യു ക്യാൻ ഡെഫിനറ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഒരു നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിന്റെ ട്രെയിലർ കട്ടും അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദ മൂവി ഇതൊക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിത്ത് ഐക്കൺ സിനിമ നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിച്ചത്. സോ വി തോട്ട് ആൻഡ് ഐ ജെന്യുവൻലി ബിലീവ് ദാറ്റ് ഒരു വലിയ ഫാമിലി അല്ലെങ്കിൽ വലിയ സെറ്റ് ഓഫ് ആൾക്കാർ സിനിമ കാണാൻ വരും. എന്തിന് ഈ സിനിമ കാണണം? അതും വിഷുകാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടോ സിനിമ, ബിഗ് മൂവി, വി ആർ ഓൾറെഡി ഇൻവെസ്റ്റഡ് സോ മച്ച്. അപ്പോൾ അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾഡ് സ്കൂൾ പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങളിപ്പോൾ 5 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ 10 മണിക്കൂർ ഇരിക്കാൻ റെഡിയാണ്. ബിക്കോസ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യൻ്റെ ഒപ്പം സെറ്റപ്പ് ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് ഇനി സിനിമ റിലീസായി നിങ്ങൾ കണ്ടു പറയുന്നതിനേക്കാളും നല്ലത് ഐ വോണ്ട് ടു ഇൻവൈറ്റ് യു, ഐ വോണ്ട് ടു സെലിബ്രേറ്റ് ഇറ്റ്. അങ്ങനെയൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ തോട്ട് ഫുൾ ഫ്ലെജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെയൊക്കെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർ കാണാം. ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ വി ഡു എ ലോട്ട് ഓഫ് ഇംപ്രോവ് ആക്ടിവിറ്റീസ്. ലൈക്ക് ഇപ്പൊ ഷർട്ട് ഊരുക അതൊരു പ്രൊമോഷൻ അല്ല, ഏത് ഷർട്ട് ഊരിയെന്നാണ് പ്രൊമോഷൻ. ജയഗണേഷിന്റെ ടീഷർട്ട് ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പലതും ചെയ്തിട്ടുണ്ട് ഈ സിനിമ. പുള്ളി കുറെ ഒരു ഹൈബർനേഷനിലായിരുന്നു രഞ്ജിത്ത്. ലൈക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തുനിന്നപ്പോൾ പല പോസ്റ്റേഴ്സ് തിരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യാം. സോ അഗൈൻ ലൈക്ക് ഐ സേ ഇറ്റ്സ് എ ടീം വർക്ക്. എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബാണ്. സിനിമയുടെ സക്സസ് ആണ് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ട്. ബട്ട് ഡ്യൂറിങ് ദ പ്രോസസ് ഈ സിനിമ എൻജോയ് ചെയ്യുക, അതും എനിക്കറിയില്ല എത്ര പേരാണ് അതിനെ എൻജോയ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ആ കൂട്ടത്തിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സിനിമയായിട്ട് ഇമോഷണലി കണക്ട് ആയി പോകുന്ന ഒരാളാണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഡു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വന്നു. സി നോട്ട് ജസ്റ്റ് ഇവിടെ ഇല്ല, അപ്പോൾ മൈമാസ് ക്യാൻ ഫ്രം കാസർഗോഡ് അല്ലേ, ആൻഡ് എല്ലാവരും പക്ഷേ ഇപ്പോൾ അതാ ലിഗമെന്റ് ആണ് വരുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ ഓർമ്മകൾ ഞാൻ വെക്കും. ബിക്കോസ് എൻ്റെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇവരെല്ലാവരും വന്നു. ഇപ്പോൾ ജെന്യുവൻലി സ്പീക്കിംഗ് ഇവർക്ക് ആർക്കും വരേണ്ട ഒരു കാര്യമില്ല. ഒരു സിനിമയിൽ അഭിനയിച്ചു, ദേ ഹാഡ് ദെയർ പ്രൊഫഷണൽ ലീഡ്
ഇനി മോൻ ചെയ്യാം. ബട്ട് മോൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഹീസ് ഹാവിങ് ഹിസ് ബിസിനസ്. ഇപ്പോൾ രാജമൗലികാരും ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഒരു അശ്വതി കേട്ട്. ഈസ് വെരി ബിസി, ഈസ് വെരി വെരി ബിസി. ശങ്കറിനെ ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ 9ഓളം പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. സോ ഈസ് അഗെയിൻ ശങ്കർ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. ബട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് വേഴ്സറ്റൈൽ സോങ്സ് ഈ സിനിമയിലുണ്ട്. ഞങ്ങൾ ജൂക്ക് ബോക്സ് ഇറക്കി കഴിഞ്ഞു. AI വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുക, അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഇത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്സ് എ ലോട്ട് ഓഫ് ഗട്ട്സ്. ബിക്കോസ് പറയാൻ എളുപ്പമാണ്, ബട്ട് ടെക്നോളജി ലൈവായിട്ട് നടക്കുന്ന ടെക്നോളജിയൊക്കെ അപ്ഡേറ്റഡ് ആയ ടെക്നീഷ്യൻസ് ആണ്. ഇൻ ദാറ്റ്സ് എവറി സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രൊമോഷൻ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഞങ്ങൾ ഈ ജയഗണേഷ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വരെ നമ്മുടെ ട്രെയിലർ കളിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ US ഇങ്ങനെ ഒരു ദിവസം നടക്കായിരുന്നു ഓൺ ബാക്ക്. അപ്പോൾ ഐ തിങ്ക് മിഷൻ ഇമ്പോസിബിളിൽ ടോം ക്രൂസിൻ്റെ ഒരു സിനിമ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര ടോം ക്രൂസ് ഫാനാണ്, ആക്ഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്യണം, എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഒരു സിനിമ എടുക്കണം, അപ്പോൾ ട്രെയിലർ ഉണ്ടാവുമല്ലോ. ഞാൻ ശരി അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പ്രൊമോഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ചേട്ടനെ വിളിച്ചു, ഒരു ട്രെയിലർ ഉണ്ട്. അപ്പോൾ ആരുടെ പറഞ്ഞു? എൻ്റെ പടത്തിൻ്റെ ആണ്. അപ്പോൾ ദിസ് ഈസ് ഇതിപ്പോൾ ന്യൂയോർക്കിൽ എത്ര മലയാളികൾ അത് കണ്ടു എന്നല്ല, ടു വെരി ഓണസ്റ്റ്. എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ സിനിമയുടെ ട്രെയിലറോട് കളിക്കുന്നത് വെച്ചാൽ അത് കളിക്കണം. അത് പിന്നെ നമുക്ക് ആരോടും ചോദിക്കണം. ബിക്കോസ് പ്രൊമോഷനിൽ ഇന്നത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല ഒന്നുമില്ല. നിങ്ങളുടെ സിനിമ പൈസ മുടക്കി നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്തൊരു സിനിമയെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഇത്. ഈ പ്രസ് മീറ്റ് അപ്പം നിങ്ങളോട് ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്തിനാ പറയുന്നതല്ലോ, ത്രൂ യു നിങ്ങളുടെ ഓഡിയൻസ് ഈ സിനിമയെ കുറിച്ച് അറിയും. എന്നാൽ പിന്നെ വിഷുകാലത്ത് ഇത്രയും ഒരു ടാലന്റഡ് ആയ ആൾക്കാർ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം. ഇതാണ് ഉദ്ദേശം. താങ്ക് യു. അത് തന്നെ ഒരു ആക്ടർ എന്നല്ല, ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം നോർമലി ഇനിയൊരു സമയത്ത് തന്നെ ഇറങ്ങുമ്പോൾ കൂടെ 2 വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കളക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു. 3 വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തന്നെ എൻ്റെ സിനിമകളിൽ, എൻ്റെ തുടക്കകാലത്ത് ഞാൻ എൻ്റെ സിനിമകളിൽ ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പേസിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സിനിമകൾ വീണ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സിനിമകൾ പിന്നീട് TV-യിലോ മറ്റേ സ്ഥലത്ത് വരുമ്പോൾ കൊള്ളാമായിരുന്നല്ലോ എന്ന്. വൈ ഐ ഗോട്ട് ഇൻ പ്രൊഡക്ഷൻ ഇസ് ദാറ്റ് ഒരു മിനിമം ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ 2024 നമ്മളെ പഠിപ്പിച്ചത് 3, 4, 5 നല്ല സിനിമകൾ വന്നാലും പ്രേക്ഷകർ അത് കാണാൻ റെഡിയാണ്. സോ ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയെ ഞാൻ ചെറുതായി കാണാറില്ല. ബിക്കോസ് എൻ്റെ എഫേർട്ട് എവറി മൂവി ഐ തിങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഈ അടുത്തായിട്ടാണ് ഞാൻ സിനിമ ഇത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ 5 വർഷം വാസ് മോർ ഓഫ് ഒരു സിനിമ കണ്ടിയാലും അഭിനയിക്കാം, പിന്നെ ഒരു 5 വർഷം ടു മച്ച് ഓഫ് സ്ട്രെസ്. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇമോഷണലി വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എന്നെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷനാണ്. ഞാൻ അതിന് മുകളിലൊന്നും കാണാനില്ല. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ ഭായി, നമ്മളെ ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ? കറക്റ്റ്. ഇപ്പോഴാണ് ഇവരെല്ലാവരും ഓണായത്. തെലുങ്കിൽ രാജമൗലി, തമിഴിലെ ഉദയനിധി, മലയാളത്തിലെ രഞ്ജിത് ശങ്കർ, അങ്ങനെ ടോപ്പ് ക്ലാസ് ഓൺലി പരിപാടിയാണോ? അതെ അതെ അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മലയാളത്തില് തെലുങ്കിൽ രാജമൗലി, തമിഴില് ഉദയനിധി സ്റ്റാലിൻ, മലയാളത്തിൽ രഞ്ജിത് ശങ്കർ. അപ്പൊ അല്ല, സന്തോഷമാണ് ഇവരുടെയൊക്കെ കൂടെ. രഞ്ജിത് സാർ മാത്രമേ ഇതിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഉണ്ണിച്ചേട്ടൻ ചുമ്മാ തമാശ പറയുന്നത്. അവിടെ വെച്ച് സ്റ്റേജിൽ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പരിചയമൊന്നുമില്ല. അല്ലാതെ ഞങ്ങള് സ്ഥിരം ഫോൺ വിളിച്ച് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ എന്നാലും എന്റെ സൈഡിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞേക്കാം നോട്ടു. അപ്പൊ സന്തോഷമാണ്. നമ്മൾക്ക് ഇപ്പൊ രഞ്ജിത് സാറിനോടുള്ള 2ാമത്തെ സിനിമയാണ്. നമ്മള് സിനിമയോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് മാത്രമാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ആസ് ആൻ എഡിറ്റർ സംഗീത് പ്രതാപ് ഒരു ബ്രാൻഡൊന്നുമല്ല, ആർക്കും അറിയില്ല. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾ പോലും അമൽ ഡേവിസ് വന്നുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അതിനു മുമ്പ് ആസ് ആൻ എഡിറ്റർ നമ്മൾ വരുന്നത് നമ്മൾ ഈ ഒരു സിനിമയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്സും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ
എല്ലാ ഫീൽഡിലും നമ്മൾക്ക് ഇപ്പോൾ സൗണ്ട് ആണെങ്കിലും VFX ആണെങ്കിലും ഒക്കെ ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ടായിരുന്നു ഇന്ന് പ്രസ് മീറ്റിൽ ഇരുന്ന് ഉറങ്ങി പോകുന്നുള്ളത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരം 3 മണി വരെയൊക്കെ ഒന്നല്ലേ VFX സ്റ്റുഡിയോ അല്ലെങ്കിൽ സൗണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ചിലപ്പോൾ ആസ് ആൻ എഡിറ്റർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വീട്ടിലൊക്കെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ നേരിട്ട് ചെന്ന് അഷ്വർ ചെയ്യുക ഈ പറഞ്ഞ റിലീസ് ഡേറ്റ് വളരെ ടൈറ്റ് ആവുന്നത് കൊണ്ടൊക്കെ ഉള്ള അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ നമുക്കും തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രൊഫൈല് കൊടുക്കാൻ പറ്റും, നമ്മളുടെ സൈഡിൽ നിന്ന് എന്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ അതാണ് അതുകൊണ്ടായിരിക്കാം രണ്ടാമത്തെ സിനിമയിൽ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ലിറ്റിൽ മിസ് സൗത്തറിന്റെ എഡിറ്റ് തലേ ദിവസം വരെ മാറ്റിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതും അങ്ങനെ മാറ്റിയിട്ടുണ്ടോ? ലിറ്റിൽ മിസ് സൗത്തറിന്റെ തലേ ദിവസം വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ വേണ്ടി വന്നില്ല. പക്ഷെ ക്യൂബിൽ പോയതിന് ശേഷം ഒരു ഷോട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് സിനിമ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്താണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത്. ഒരിക്കലും അത് ഓപ്റ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മുടെ ടെൻഷൻസും സമാധാനവും ഉറക്കമൊക്കെ പോകുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമ്മളൊരു പെർഫെക്റ്റ് അല്ല, ഏറ്റവും ബെറ്റർ സിനിമ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശ്രമങ്ങൾ മാത്രമാണ് അതൊക്കെ. സിനിമയിൽ അഭിനേതാവായിട്ടും എഡിറ്ററായിട്ടും ഈ രണ്ട് ഭാഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ജയ ഗണേശൻ സിനിമയെ പറ്റി എന്താണ് പറയുന്നത്? ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളെ ഇടുന്നൊരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു സക്സസ് നമ്മളുടെ ഒപ്പം വരുമ്പോൾ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നതെന്നോ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നോ ഇപ്പോഴത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിനു മുമ്പും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഇതിനു മുമ്പും സിനിമകൾ ചെയ്തിരുന്നു. ആസ് ആൻ ആക്ടർ ചെയ്തിട്ടുണ്ട്, ആസ് ആൻ എഡിറ്ററും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മളുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറക്കങ്ങളൊന്നും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒക്കെ അപ്രീസിയേഷൻസ് കിട്ടുമ്പോഴും ആ സിനിമ ഒരു വൈഡായിട്ട് ആളുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾക്കും നമ്മൾ ചെയ്തതിൽ ഒരു ഗുണം കിട്ടുക എന്ന് പറയുന്നത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം കിട്ടുക. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരുന്നതാവാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ലിറ്റിൽ മിസ് റാവുത്തറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പെയിനോട് കൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു എക്സ്പോഷറും കൂടിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വലിയ സിനിമയാണ്. അതിന്റെ സ്കെയിൽ അതിന്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് അതൊരു വലിയ സിനിമയാണ്. അപ്പോൾ ഇത്രയും നാളെ ഞാൻ ചെയ്ത സിനിമകൾ ഞാൻ ഫെയിലിയേഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്, ഒരു ആവറേജ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഉള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയാണ് നമ്മൾ ആസ് എ ടെക്നീഷ്യൻ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്ത ഇപ്പൊ ലിറ്റിൽ മിസ് റാവുത്തറിൽ ചെയ്തതുപോലെ തന്നെയുള്ള പണിയാണ് ജയ് ഗണേഷിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു സിനിമയായിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളും അംഗീകരിക്കപ്പെടും, നമ്മളുടെ വർക്ക് ആൾക്കാർ അറിഞ്ഞു തുടങ്ങും എന്ന് വിശ്വസിക്കുന്നു. ഒരു ബ്രേക്ക് ഇല്ല, അതായത് അങ്ങനെ ഒരു പാറ്റേൺ ബ്രേക്ക് ഇനി ഒരു പടം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഗ്ലസറിൻ നായികയായിട്ട് ഇനി പടം ചെയ്യില്ല അങ്ങനത്തെ ഒരു ബ്രേക്ക് എടുത്താണല്ലോ അപ്പൊ ഇങ്ങോട്ട് പോയതും അല്ല പിന്നീട് ഇങ്ങനെ ഒരു ചിത്രം വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ കാരണം അങ്ങനെ ഇല്ല. പക്ഷേ ആ ഒരു ഗ്ലിസറിൻ ട്രെൻഡ് ഒന്ന് മാറ്റിയാലും ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. കാരണം എല്ലാവരും എന്നോടത്ത് ചോദിക്കുന്നത് എല്ലാ സിനിമയിലും കരച്ചിൽ മാത്രമായിരുന്നു എന്നുള്ളത്. പിന്നെ സബ് ടൈറ്റിലിംഗ് ചെയ്തു, അതെൻ്റെ ഫ്രണ്ടിൻ്റെ മൂവിയായിരുന്നു. അപ്പം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ടൈമായിരുന്നു, ചെയ്തു. ഡബിങ് അതേപോലെ ചെയ്തുകൂടെ ഒന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് ടെസ്റ്റ് നടത്തി. അപ്പോൾ വോയിസ് ടെസ്റ്റ് അത് മാച്ച് ചെയ്തു. അപ്പം അതങ്ങനെ ചെയ്തു. പിന്നെ ഈ പടത്തിൽ രഞ്ജിത്ത് വിളിച്ചു ക്രിമിനൽ ലോയറാന്ന് പറഞ്ഞപ്പോൾ യെസ് ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത് ഗ്ലിസറിൻ വേണ്ട എന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത്. ഐ എം സോ ഹാപ്പി. ഇനിയും അന്ന് ഞാൻ എടുത്ത ചോയ്സുകളുടെ അത് തെറ്റോ കുറ്റമോ ഒന്നുമല്ല, അതങ്ങനെ ആയിപ്പോയി. ഇന്ന് നമ്മൾ അങ്ങനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് കൂടുതൽ നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു യെസ് അല്ലെങ്കിൽ നോ, യെസിനേക്കാളും കൂടുതൽ നോ പറയുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പിന്നെ വന്നതെല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ മൂവിയാണ്. ആൻഡ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായിരുന്നു. ഇന്ന് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആസ് വി മെച്യൂർ ഇൻ ലൈഫ് കുറച്ചും കൂടി നമുക്ക് ചോയ്സ് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു മെച്യൂരിറ്റി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
പക്ഷെ എവറിഥിങ് ഫെൽ ഇൻ പ്ലേസ് ആ ഒരു കറക്റ്റ് ടൈമിൽ. സമയപരിധി കൊണ്ട് നമുക്ക് പ്രസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ഇന്റർവ്യൂസ്. ഈ ബോഡി ബിൽഡേഴ്സിനെ പറ്റി ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വലിയ ശരീരം ഉണ്ടെങ്കിലും മാടപ്രാവിന്റെ മനസ്സാണ്. അപ്പോൾ ഈ നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ണിമോദനെ പുകഴ്ത്തുമ്പോൾ ഉണ്ണിമോദൻ ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ തല താഴുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹം ആക്ച്വലി ഈ പറയുന്ന പോലെ വലിയ ശരീരവും മാടപ്രാവിന്റെ മനസ്സുള്ള ഒരാളാണ്. ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇത് നമ്മൾ പുറമെ എത്ര മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുവെ ഉണ്ണി പുറത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. എല്ലാവരിലും ഉള്ള കുട്ടിത്തം ഉണ്ണിയിലും ഉണ്ട്. പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഹിസ് പേഴ്സണൽ ചോയ്സ്. അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണമെന്നില്ലല്ലോ. സോ എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി. മഹിമ തമിഴിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, ഇതുവരെ ചെയ്യുന്ന കഥാപാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സീരിയൽ കില്ലിങ് അല്ലെങ്കിൽ സൈമോഡ് അങ്ങനത്തെ കഥാപാത്രം. മലയാളത്തിലെ പ്രിറ്റി ഗേൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അങ്ങനത്തെ തമിഴ് ചെയ്യുന്ന പോലത്തെ വെറൈറ്റി ടൈപ്പ് കഥാപാത്രം മലയാളത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? അതോ ഇപ്പോൾ? തീർച്ചയായും അതെനിക്കൊരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നിയത്. കാരണം തമിഴിൽ ഇപ്പം ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ 5 സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്നിലൊരു ഐ പ്ലേഡ് എ വില്ലൻ, ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു. ഒന്നിലൊരു പ്രോപ്പർ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ 2 എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ആയ ക്യാരക്ടർ ചെയ്തു. ഞാൻ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് തമിഴിൽ. ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് RDX റിലീസായതും ഇപ്പോൾ ജയഗണേഷ് ആയാലും. അപ്പം എനിക്ക് അങ്ങനെ ഒരു വേഴ്സിറ്റാലിറ്റി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു RDXലെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസപ്ഷൻ, ആ മിനി എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ക്യൂട്ട്നെസ്സും അതും ഒരു വൈഡ് റേഞ്ചിലുള്ള ഒരു റിസപ്ഷൻ വന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരു പക്ഷെ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. ബാക്കി നമുക്ക് സക്സസ് മീറ്റിൽ കാണാം. തീർച്ചയായിട്ടും സക്സസ്